ദ മാജിക്കൽ ഐലൻഡ് ലക്ഷദ്വീപ് യാത്രയുടെ അടിപൊളി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ കൊച്ചിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് എയർപോർട്ടിന്റെ നിയർ ബൈ ആയിട്ടുള്ള ട്രീബോളിൽ ഞാൻ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഫ്രഷപ്പ് ആയി നേരെ അങ്ങ് എയർപോർട്ടിലേക്ക്. ട്രിപ്പ് വൈബ്സ് ഇന്ത്യ എന്ന ടീമിനോടൊപ്പമാണ് എൻ്റെ ലക്ഷദ്വീപ് യാത്ര. പാക്കേജ് എടുത്ത് പോകുന്നതുകൊണ്ട് PCC എൻട്രി പെർമിറ്റ് ഒക്കെ അവർ തന്നെയാണ് മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ടീംസിൽ ഏകദേശം 22 പേരടങ്ങുന്ന ഒരു അടിപൊളി ടീമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് ഒരു കോംപ്ലിമെൻ്ററി ഒക്കെ കിട്ടി. അങ്ങനെ അലയൻസ് എയറിലാണ് നമ്മൾ ലക്ഷദ്വീപിലേക്കുള്ള യാത്ര. 1.25 മണിക്കൂർ യാത്രക്കൊടുവിൽ നമ്മളിതേ ലക്ഷദ്വീപിലെ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. 3 രാത്രിയും 4 പകലും അടങ്ങുന്ന മനോഹരമായിട്ടുള്ളൊരു ലക്ഷദ്വീപ് യാത്രയുടെ അടിപൊളി വിശേഷങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഷാർപ്പ് 10 മണിയായപ്പോഴത്തേക്ക് ഞങ്ങൾ അഗത്തി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ഡ്രൈവറും വണ്ടി ഇവിടെ റെഡി ആയിരുന്നു കേട്ടോ. 8 കിലോമീറ്റർ ഡിസ്റ്റൻസിലായിട്ട് അഗത്തി ഐലൻഡിൻ്റെ മനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ വ്യൂവിലാണ് നമുക്ക് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടുള്ള ബീച്ചിൻ്റെ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളൊരു കിടിലൻ സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഡ്രീം ഓഫ് പാരഡൈസ് എന്ന ഈ കോട്ടേജിലാണ് ഞങ്ങൾ 3 ദിവസം അടിച്ചു പൊളിക്കാനായിട്ട് പോകുന്നത്. ചെന്ന ഉടൻ തന്നെ അവരുടെ സ്നേഹം കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവിടുത്തെ ഇളനീരാണ് അവർ നമുക്ക് തന്നത്. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം.